शांति शांति ओम शांति शांति अंतर मन में ज्योति जगा लो होगा दूर अंधेरा शिव का कर लो ध्यान आ रहा पावन पुण्य सवेरा तुम हो कौन कहाँ से आए अपने आप को जानो राजयोग के द्वारा अपना परम पिता पहचानो इसी राजपथ पर चलकर तुम पालो अपना बसेरा तुम हो आत्मा तन से प्यारे परमात्मा को प्यारे दिव्य गुणों को धारण करके योगी बनो दुलारे ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा अंतर मन में ज्योति जगा लो होगा दूर अंधेरा ओम शांति ओम शांति। ഓം ശാന്തി. ഇന്ന് 30/6/2025. बाबा कहते हैं, मीठे बच्चे, बाप आए हैं तुम्हें ज्ञान से शुद्ध खुशबूदार फूल बनाने. तुम्हें कांटा नहीं बनना है, कांटों को इस सभा में नहीं लाना है. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളെ ഈ ജ്ഞാനത്താൽ ശുദ്ധവും അതുപോലെ സുഗന്ധവുമുള്ള പുഷ്പങ്ങളാക്കി മാറ്റുവാൻ വേണ്ടി. നിങ്ങൾ ഒരിക്കലും മുള്ളാകരുതെന്ന് ബാബ പറയാം. മുള്ളുകളെ ഈ സഭയിലേക്ക് ഒരിക്കലും കൊണ്ടുവരരുത്. ഈ ബാബ ചോദ്യം ചോദിക്കുകയാണ്, जो बच्चे याद की यात्रा में मेहनत करते हैं उनकी निशानी क्या होगी. അതായത് ബാബ ചോദിക്കുകയാണ്, ഏത് കുട്ടികളാണോ ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യുന്നത് അവരുടെ അടയാളം എന്താണ് എന്ന് ബാബ ചോദിക്കുക. ഉത്തർ, याद की मेहनत करने वाले बच्चे बहुत खुशी में रहेंगे. बुद्धि में रहेगा कि अभी हम वापस लौट रहे हैं, फिर हमें
खुशबूदार फूलों के बगीचे में जाना है. तुम याद की यात्रा से खुशबूदार बनते हो और दूसरों को भी बनाते हो. അപ്പം ബാബ പറയാണ്, അതായത് ഓർമ്മയിലിരിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അവർ വളരെയധികം സന്തോഷത്തിലിരിക്കുന്ന ബാബ പറയാം. അതുകൂടാതെ അവർക്ക് ബുദ്ധിയിൽ അറിയാം, ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കും, അതായത് ഇപ്പോൾ നമുക്ക് തിരിച്ച് പോകേണ്ടതാണ്. ആ ഒരു കാര്യം അവരുടെ ബുദ്ധിയിലുണ്ടായിരിക്കും. പിന്നെ ബാബ പറയാണ്, നിങ്ങൾ അതായത് സുഗന്ധമുള്ള പുഷ്പങ്ങളായിട്ട് ആ പൂന്തോട്ടത്തിലേക്ക് പോകും. ഏത് സത്യയുഗം, അതായത് സ്വർഗത്തിലേക്ക് പോകുന്ന ബാബ പറയാം. അതായത് സുഗന്ധമുള്ള പുഷ്പങ്ങളായിട്ട് മാറിയിട്ട്. അതുപോലെ ബാബ പറയാണ്, നിങ്ങൾ ഈ ഓർമ്മയുടെ യാത്രയിലൂടെയാണ് അസുഗന്ധമുള്ള പുഷ്പങ്ങളായിട്ട് മാറുന്നതും മറ്റുള്ളവരെ ആക്കി മാറ്റുന്നതും. ഓം ശാന്തി. ഭഗവാൻ ബി ബൈഠാ ഹേ, മാലി ബി ഹേ, ഫൂൽ ബി ഹേ. ബാബ പറയാണ്, അതായത് പൂന്തോട്ടത്തിൻ്റെ ഉടമസ്ഥനും ഇരിക്കുന്നുണ്ട്, തോട്ടക്കാരനും ഇരിക്കുന്നുണ്ട്, അതുപോലെ പുഷ്പങ്ങളുമുണ്ട്. യഹ് നയി ബാത്ത് ഹേന. ബാബ പറയാണ്, ഇത് പുതിയ കാര്യമല്ലേ. കോയി നയ അഗർ സുനെ തോ കഹേങ്കെ യഹ് ക്യാ കഹത്തെ ഹേ. അപ്പോൾ ബാബ പറയാണ്, ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവരാണെങ്കിൽ അവരിങ്ങനെ പറയും, അതായത് ഇവരെന്താണ് ഈ പറയുന്നത്. അതായത് ഭഗവാൻ, അതായത് പൂന്തോട്ടക്കാരൻ, അത് പൂന്തോട്ടക്കാരൻ എന്ന് പറയുന്നു, തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, പൂക്കൾ, ഇങ്ങനെയെല്ലാം പറയുന്നു. അപ്പോൾ ഇവരെന്താണ് ഈ പറയുന്നതെന്ന് പുതിയതായിട്ട് കേൾക്കുന്നവർ ചോദിക്കുന്ന ബാബ പറയാം. ഏസി ബാത്തോം തോ കബി ശാസ്ത്രോമേം സുനി നഹി. ബാബ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു ശാസ്ത്രത്തിലും കേട്ടിട്ടില്ല. തും ബച്ചേ ജാൻതേ ഹോ, യാദ് ബി കർത്തേ ഹേ ഭഗവാൻ കിവയ്യാക്കോ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കും ഇതറിയാം, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്, അതായത് തോട്ടത്തിൻ്റെ ഉടമസ്ഥനെയും, അതായത് അതുപോലെ തന്നെ തോണിക്കാരനെയും. അപ്പം ഇത് രണ്ടും ആരാണ്? ബാബയാണ് അല്ലേ. അപ്പം ബാബയെ ഓർമ്മിക്കുന്നുണ്ട് എന്ന് കുട്ടികൾക്കറിയാം. അബ് യഹാം ആയേ ഹേ യഹാം സെ പാർ ലേ ജാനേ. ആ ബാബ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്, ഇവിടെ നിന്നും അക്കരയ്ക്ക് കൂടെ കൊണ്ടുപോകാൻ. അതിനായിട്ട് ബാബ വന്നിരിക്കുകയാണ്. ബാപ്പ് കഹത്തെ ഹേ യാദ് കി യാത്ര പർ രഹന ഹേ. ആ ബാബ പറയാണ്, നിങ്ങൾ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. അപ്പനേക്കോ ആപ്പേ ഹി ദേക്കോ ഹം കിത്തന ദൂർ ജാ രഹേ ഹേ. അപ്പം ബാബ പറയാണ്, നിങ്ങൾ സ്വയത്തിൽ നിങ്ങൾ നോക്കണം, അതായത് ഞങ്ങൾ എത്രമാത്രം ദൂരത്തേക്ക് വന്നു കഴിഞ്ഞു. കിത്തന അപ്പനി സദോപ്രധാൻ അവസ്ഥ തക് പഹുഞ്ചേ ഹേ. എത്രത്തോളം നമ്മൾ സ്വയം, അതായത് സദോപ്രധാന അവസ്ഥയിലേക്ക് എത്രത്തോളം എത്തിക്കഴിഞ്ഞു. ജിത്തന സദോപ്രധാൻ അവസ്ഥ ഹോത്തി ജായേഗി തോ സമझेंगी അബി ഹം ലൗട്ട് രഹേ ഹേ. അതായത് ബാബ പറയണത്, എത്രത്തോളം നിങ്ങൾ സദോപ്രധാന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുവോ അപ്പം നിങ്ങൾ മനസ്സിലാക്കും ഇപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ബാബ പറയാം. കഹാം തക് ഹം പഹുഞ്ചേ ഹേ സാരാ മദാർ യാദ് കി യാത്ര പർ ഹേ. അതായത് എത്രത്തോളം നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ, ഓർമ്മയുടെ യാത്രയിലൂടെ എത്രത്തോളം സദോപ്രധാനമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ബാബ പറയണത്, ഇതിൻ്റെ എല്ലാം ആധാരം ഓർമ്മയുടെ യാത്ര തന്നെയാണെന്ന് ബാബ പറയാം. ഖുഷി ബി ചടി രഹേഗി. അതായത് സന്തോഷവും ഉയർന്നുകൊണ്ടിരിക്കുന്ന ബാബ പറയാം. ജോ ജിത്തനി ജിത്തനി മെഹനത്ത് കർത്തേ ഹേ ഉത്തന ഉന്മേം ഖുഷി ആയേഗി. അപ്പം ബാബ പറയാണ്, ആരാണോ എത്രത്തോളം പരിശ്രമിക്കുന്നത് അത്രയും അവരിൽ വളരെയധികം സന്തോഷം വരുന്ന ബാബ പറയാം. ജൈസെ ഇംതഹാൻ കെ ദിൻ ഹോത്തെ ഹേ തോ സ്റ്റുഡൻറ് സമझ ജാത്തെ ഹേ നാ ഹം കഹാം തക് പാസ് ഹോങ്കെ. അപ്പം ബാബ പറയാണ്, എങ്ങനെയാണോ പരീക്ഷയുടെ ദിവസം വരുമ്പോൾ, അതായത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് ഞങ്ങൾ എത്രത്തോളം പാസ്സാകും അല്ലേ, എത്രത്തോളം മാർക്ക് കിട്ടും, എത്രത്തോളം പാസ്സാകും എന്നുള്ളത് ഏകദേശം എന്തായാലും എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അറിയുമല്ലോ. അതാ ബാബ പറയുന്നത്.
यहाँ भी ऐसे है, हर एक बच्चा अपने को जानते हैं कि कहाँ तक हम खुशബുദാർ ഫൂൽ ബനെ ഹേ. ബാബ പറയാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതായത് ഓരോ കുട്ടിക്കും അറിയാം അതായത് എത്രമാത്രം ഞാൻ സുഗന്ധമുള്ള പുഷ്പമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓരോ കുട്ടികൾക്കും അറിയാമെന്ന് ബാബ പറയാം. കിത്തന ഖുശ്ബുദാർ ഫിർ ഔരോം കോ ബനാത്തേ ഹേ. അതുപോലെ എത്രമാത്രം മറ്റുള്ളവരെയും സുഗന്ധമുള്ള പുഷ്പമാക്കി മറ്റുള്ളവരെയും എത്രത്തോളം മാറ്റിയിട്ടുണ്ട് അതും ഓരോ കുട്ടികൾക്കും അറിയാം. യഹ് ഗായാ ഹി ജാത്താ ഹേ കാണ്ടോം കാ ജംഗൽ. ഇതിനെയാണ് പറയുന്നത് മുൾക്കാടുകൾ അല്ലെങ്കിൽ മുൾക്കാടെന്ന് പറയുന്നത് ഇതിനെയാണ്. വഹ് ഹേ ഫൂലോം കാ ബഗീജ. അതിനെന്തു പറയും? അതായത് സത്യയുഗം സ്വർഗത്തിന് എന്തു പറയും? പൂക്കളുടെ തോട്ടം പൂന്തോട്ടം എന്ന് പറയും. ഇതിനെ മുൾക്കാടെന്നും പറയും. മുസൽമാൻ ലോഗ് ബി കഹത്തെ ഹേ ഗാർഡൻ ഓഫ് അള്ളാ. അതായത് ഇസ്ലാം മതത്തിലുള്ളവരും എന്താ പറയാ? അള്ളാഹുവിൻ്റെ പൂന്തോട്ടം എന്ന് പറയാറുണ്ട്. സമജ്തേ ഹേ വഹാം ഏക് ബഗീജ ഹേ വഹാം ജോ ജാത്താ ഹേ ഉൻകോ ഖുദാ ഫൂൽ ദേത്തെ ഹേ. അപ്പം ഇങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്. അതായത് അതായത് സ്വർഗത്തിൽ ഒരു പൂന്തോട്ടമുണ്ട്. അവിടെ പോകുമ്പോൾ അതായത് ബാബ പറയണത് ഭഗവാൻ ഒരു പുഷ്പം തരും എന്നുള്ള കാര്യം അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്. മന്മേം ജോ കാമന ഹോത്തി ഹേ വഹ് പൂരി കർത്തേ ഹേ. അതായത് മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്യും. ബാക്കി ഏസേ തോ നെഹി കോയി ഫൂൽ ഉടാക്കർ ദേത്തേ ഹേ. അപ്പോൾ ബാബ പറയണത് അല്ലാതെ ഇങ്ങനെയൊന്നുമില്ല, ആരെങ്കിലും അവിടെ നിന്നൊരു പൂവ് എടുത്തു തരാ. ജൈസാ ജിസ്കി ബുദ്ധി മേം ഹേ വഹ് സാക്ഷാത്കാർ ഹോ ജാത്താ ഹേ. ബാബ പറയുന്നത് ഓരോരുത്തരുടെയും ബുദ്ധിയിൽ എങ്ങനെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ അവർക്ക് സാക്ഷാത്കാരം കിട്ടുമെന്ന് ബാബ പറയാം. യഹാം സാക്ഷാത്കാർ പർ കുച്ച് ബി ഹേ നഹി. ഇവിടെയാണെങ്കിലോ സാക്ഷാത്കാരത്തിൻ്റെ യാതൊരു തരത്തിലുള്ള കാര്യവും ഇല്ല എന്ന് ബാബ പറയാം. ഭക്തി മാർഗമേൻ തോ സാക്ഷാത്കാർ കേ ലിയേ ഗലാബി കാട്ട് ദേത്തേ ഹേ. ബാബ പറയാണ് ഭക്തി മാർഗത്തിലും ഈ സാക്ഷാത്കാരത്തിനു വേണ്ടി കഴുത്തൊക്കെ മുറിക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. മീരാക്കോ സാക്ഷാത്കാർ ഹുവ ഉൻകാ കിത്തന മാൻ ഹേ. ബാബ പറയാണ് മീരയ്ക്കും കൃഷ്ണഭക്തയല്ലേ ആയിരുന്ന മീരയ്ക്കും കൃഷ്ണന്റെ സാക്ഷാത്കാരം ഉണ്ടായിട്ടുണ്ട്. അപ്പം മീരയ്ക്ക് എത്രമാത്രം അംഗീകാരമാണുള്ളത് എന്ന് ബാബ പറയാം. വഹ് ഹേ ഭക്തി മാർഗ്. അതിനെ ഭക്തി മാർഗം എന്നാ പറയുന്നത്. ഭക്തി കോ ആദാ കൽപ്പ് ചൽന ഹി ഹേ. അരക്കൽപ്പം ഭക്തി എന്തായാലും ഇവിടെ നടക്കണം. അത് ഡ്രാമയിലുള്ളതാണ്. ജ്ഞാൻ ഹേ ഹി നഹി. ഇപ്പൊ ജ്ഞാനമേ ഇല്ല എന്ന് പറയാ ബാബ. വേദോം ആദി കാ ബഹുത് മാൻ ഹേ കഹത്തെ ഹേ വേദ് തോ ഹമാരെ പ്രാൺ ഹേ. ബാബ പറയാണ് വേദങ്ങൾക്കെല്ലാം എത്രയധികം അംഗീകാരമാണുള്ളതെന്ന് ബാബ പറയാം. ഇങ്ങനെ പറയും, അതായത് വേദങ്ങൾ ഞങ്ങളുടെ പ്രാണനാണ് അങ്ങനെയൊക്കെ പറയും. അബി തും ജാൻതേ ഹോ യഹ് വേദ് ശാസ്ത്ര ആദി സബ് ഹേ ഭക്തി മാർഗ് കേ ലിയേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്കറിയാം, അതായത് ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും മുതലായവയെല്ലാം ഭക്തി മാർഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാം. ഭക്തി കാ കിത്തന ബഡാ വിസ്താർ ഹേ. ബാബ പറയണ ഭക്തിക്ക് എത്ര വലിയ വിസ്താരമാണ് വിസ്താരത്തിലാണ് ഭക്തി കിടക്കുന്നത്. അനേക മതങ്ങളും മതാഭിപ്രായങ്ങളും അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അതാ ബാബ പറയുന്നത്. ബഡാ ജാഡ് ഹേ, വലിയ വൃക്ഷമാണെന്ന് പറയാ ബാബ. ജ്ഞാൻ ഹേ ബീജ്, ജ്ഞാനമാണെങ്കിലോ ബീജം. അങ്ങനെയാണ്. അതായത് ബീജം എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്, വൃക്ഷം പടർന്ന് പന്തലിച്ച് നിൽക്കുക. അതായത് ഭക്തിക്ക് അത്രയ്ക്കധികം വിസ്താരമുണ്ടെന്നാണ് ബാബ പറയുന്നത്. അബി ജ്ഞാൻ സേ തും കിത്തനെ ശുദ്ധ ഹോത്തേ ഹോ. ബാബ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ജ്ഞാനത്തിലൂടെ എത്രമാത്രം ശുദ്ധമായി മാറിയിരിക്കുന്നു. ഖുശ്ബുദാർ ബൻതേ ഹോ, നിങ്ങൾ എത്രമാത്രം സുഗന്ധമുള്ളതായിട്ട് മാറുന്നു. യഹ് തുമാര ബഗീജ ഹേ, ഇത് നിങ്ങളുടെ പൂന്തോട്ടമാണ്. യഹാം കാണ്ടാ കിസി കോ ബി നഹി കഹേങ്കെ ക്യൂംകി യഹാം വികാർ മേം കോയി ജാത്തേ നഹി. ബാബ പറയാണ് ഇവിടെ ആരെയും മുള്ളെന്ന് പറയില്ല.
കാരണം ബാബ പറയുന്നത് ഇവിടെ ആരും വികാരത്തിലേക്ക് പോകുന്നില്ല. തോ കഹേങ്കെ ഇസ് ബഗീജെ മേം ഏക് ബി കാണ്ട നഹി ഹെ. അതുകൊണ്ട് തന്നെ പറയും, ഈ പൂന്തോട്ടത്തിൽ ഒരു മുള്ളു പോലുമില്ല. കാണ്ടാ ഹേ കലിയുഗമേ. മുള്ളൊക്കെ എവിടെയായിരിക്കുന്നത്? കലിയുഗത്തിലാണെന്ന് ബാബ പറയാം. അബീഹെ പുരുഷോത്തം സംഗം യുഗ്. ഇപ്പൊ ഇതേത് യുഗമാണ്? പുരുഷോത്തമ സംഗമയുഗം. ഇസ്മേം കാണ്ടാ കഹാംസെ ആയ. ബാബ പറയണ ഈ ഒരു യുഗത്തില് ഈ മുള്ള് എവിടെ നിന്ന് വരാനാണ് എന്ന് ബാബ ചോദിക്കാം. അഗർ കോയി കാണ്ടാ ബൈട്ടാ ഹേ तो अपने को ही नुकसान पहुंच जाते हैं क्योंकि यह इंद्रप्रस्थ है ना. ബാബ പറയുന്നത്, ഇനി അഥവാ ഏതെങ്കിലും ഒരു മുള്ള് ഇതിലിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. കാരണം ഇത് ഇന്ദ്രപ്രസ്ഥമാണ് എന്ന് ബാബ പറയാ. ഇസ്മേം ജ്ഞാൻ പരിയാം ബൈഠി ഹെ. ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ആരാണിരിക്കുന്നത്? ജ്ഞാനമാലാകമാരാണ് ഇരിക്കുന്നതെന്ന് ബാബ പറയാ. ജ്ഞാൻ ഡാൻസ് കർണേവാലി പരിയാം ഹെ. ജ്ഞാനത്തിന്റെ ഡാൻസ് ചെയ്യുന്ന മാലാകമാരാണ് ഇവിടെയുള്ളത്. കാരണം ഇവിടെ എല്ലാവർക്കും ജ്ഞാനമാണുള്ളത്, അല്ലേ? അപ്പൊ ബാബ ദാ പറയുന്നത്, ഇതിലൊരു മുള്ള് അതിനിരിക്കാൻ സാധിക്കില്ല. അതൊരു വികാരിയായിട്ടുള്ള ഒരാൾക്ക് ഇതിലിരിക്കാൻ സാധിക്കില്ല എന്ന് ബാബ പറയാ. മുഖ്യ മുഖ്യ കെ നാം പുക്രാഗ് പരി നീലാം പരി ആദി ആദി പടേഹെ. മുഖ്യമായിട്ടുള്ള പേരുകൾ ഏതൊക്കെയാണ് ഇതില്? ഈ ഇന്ദ്രപ്രസ്ഥത്തില് പുഷ്യരാഗപരി, നീലാംബരി അങ്ങനെയുള്ളതൊക്കെ മുഖ്യമായതാണെന്ന് ബാബ പറയാം. വഹി ഫിർ നൗരത്ന ഗായേ ജാത്തെ ഹെ. അവരെയാണ് പിന്നീട് 9 രത്നങ്ങൾ എന്ന് പാടപ്പെട്ടിട്ടുള്ളത്, അല്ലെ? നവരത്നങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പരന്തോ യഹ് കോൻ ദേ യഹ് കിസ്കോ ബി പതാ നഹി. പക്ഷെ ഇത് ആരാണ് എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. 9 രത്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ആരെയാണ് പറയുന്നത്, ഇതാരാണ് എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല എന്ന് ബാബ പറയാം. ബാപ്പ് സിർഫ് കഹത്തെ ഹേ മുझे യാദ് കരോ. ബാബ കേവലം എന്താ പറയുന്നത്? എന്നെ ഓർമ്മിക്കൂ. തും ബച്ചോം കി ബുദ്ധി മേം അബ് സമജ് ഹേ 84 കാ ചക്ര ബി അബി ബുദ്ധി മേം ഹേ. ഇപ്പൊ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഇപ്പോൾ വിവേകമുണ്ട്. അതുമാത്രമല്ല 84 ചക്രത്തിന്റെ രഹസ്യവും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഇപ്പോൾ ഉണ്ടെന്ന് ബാബ പറയാം. ശാസ്ത്രോമേൻ തോ 84 ലാഖ് കഹദിയാ ഹെ. ബാബ പറയാണ്, ശാസ്ത്രങ്ങളില് ഇതിന് 84 ലക്ഷം എന്ന് പറഞ്ഞു എന്ന് പറയാ ബാബ. മീട്ടെ മീട്ടെ സിക്കീലതേ ബച്ചോം കോ ബാപ്പിനെ സംജായാ ഹെ തുമ്നെ 84 ജന്മലിയ. ബാബ പറയാണ്, മധുരമധുരമായ തിരികെ പോയി കളഞ്ഞു കിട്ടിയ കുട്ടികളുണ്ടല്ലോ, അവർക്ക് ബാബ മനസ്സിലാക്കി കൊടുക്കാണ്. അതായത് നിങ്ങൾ 84 ജന്മം എടുത്തു കഴിഞ്ഞു. അബ് തമോ പ്രധാൻ സേ സദോ പ്രധാൻ ബന്നാ ഹെ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായിട്ട് മാറണം. കിത്തന സഹജ് ഹെ. ബാബ പറയുന്നത് എത്രമാത്രം സഹജമാണിത്. ഭഗവാനുവാജ് ബച്ചോം പ്രതി മാമേകം യാദ് കരോ. അതായത് കുട്ടികളെ പ്രതി ഭഗവാനുവാചയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ. അബി തും ബച്ചേ ഖുശ്ബുദാർ ഫൂൽ ബന്നെ കെ ലിയേ അപ്പനെ കോ ആത്മാ സമജ് ബാപ്പു കോ യാദ് കരോ. ബാബ പറയാണ്, ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ സുഗന്ധമുള്ള പുഷ്പമായിട്ട് മാറിയിട്ട് നിങ്ങളെ സ്വയം ആത്മാവാന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ബാബ എന്താ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ കുട്ടികൾ സുഗന്ധമുള്ള പുഷ്പമായിട്ട് മാറണം, എന്നിട്ട് സ്വയം ആത്മാവാന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. കാണ്ടെ നെഹി ബനോ. അതായത് മുള്ളായിട്ട് മാറരുത്. യഹാം സബ് മീട്ടെ മീട്ടെ ഫൂൽ ഹെ. ഇവിടെ ബാബ പറയുന്നത് എല്ലാവരും വളരെ മധുരമധുരമായ പുഷ്പങ്ങളാണ്. കാണ്ടാ നെഹി, മുള്ളല്ല. ഹാ മായാക്കെ തൂഫാൻ തോ ആയെങ്കെ. ബാബ പറയാണ്, മായയുടെ കൊടുങ്കാറ്റ് തീർച്ചയായിട്ടും വരുന്ന് ബാബ പറയാം. മായ ഏസി കടി ഹേ ജോ ജട്ട് ഫസാദേഗി. ബാബ പറയുന്നത് മായയാണെങ്കിലോ വളരെ കടുത്തതാണ്, അല്ലേ? വളരെ ശക്തിശാലിയാണ്, പെട്ടെന്ന് തന്നെ നമ്മളെ കുടുക്കിക്കളയുന്ന് ബാബ പറയാം. ഫിർ പച്തായെങ്കെ ഹംനെ യഹ് ക്യാ കിയ ഹമാരി തോക്കി കമായി സാരി ചട്ട് ഹോ ഗയി.
അതായത് ബാബ പറയാണ് പെട്ടെന്ന് മായ കുടുക്കിക്കളയും, പിന്നീടാണ് പശ്ചാത്തപിക്കുക. അതായത് ഞങ്ങളിത് എന്താണ് ചെയ്തത്, ഞങ്ങളിൽ എന്തെല്ലാം ശേഖരണമുണ്ടായിരുന്നോ അതിനെയെല്ലാം ഞങ്ങൾ നഷ്ടപ്പെടുത്തി, പിന്നീടാണ് പശ്ചാത്തപിക്കുക. കാരണം മായ വരുന്നതേ ചിലപ്പോൾ അറിയില്ല, അതിൽ കുടുങ്ങിപ്പോകും. യഹ് ഹേ ബഗീജ, ഇത് പൂന്തോട്ടമാണെന്ന് ബാബ പറയാം. ബഗീജെ മേം അച്ചേ അച്ചേ ഫൂൽ ബി ഹോത്തേ ഹേ, ബാബ പറയുന്നത് പൂന്തോട്ടത്തിൽ വളരെ നല്ല നല്ല പൂക്കൾ ഉണ്ടായിരിക്കും. ഇസ് ബഗീജെ മേം ബി കോയി തോ ഫസ്റ്റ് ക്ലാസ് ഫൂൽ ഹോത്തേ ജാത്തേ ഹേ, ബാബ പറയുന്നത് ഈ പൂന്തോട്ടത്തിലും ചില പൂക്കളുണ്ടല്ലോ വളരെ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള പൂക്കളാണെന്ന് ബാബ പറയാം. ജൈസേ മുഗൾ ഗാർഡൻ മേം അച്ചേ അച്ചേ ഫൂൽ ഹോത്തേ ഹേ, എങ്ങനെയാണോ മുഗൾ ഗാർഡനിൽ നല്ല നല്ല പൂക്കളുള്ളത് അതുപോലെ ഈ പൂന്തോട്ടത്തിലും നല്ല നല്ല പൂക്കളുണ്ടെന്ന് ബാബ പറയാം. സബ് ജാത്തേ ഹേ ദേഖ്നെ കെ ലിയെ, അതായത് മുഗൾ ഗാർഡനിലൊക്കെ നല്ല നല്ല പൂക്കൾ കാണാൻ ആളുകൾ പോകുന്നുണ്ട്. യഹാം തുമാരെ പാസ് കോയി ദേഖ്നെ തോ ആയേംഗേ നഹി, ഇവിടെ നിങ്ങളുടെ അടുത്തൊന്നും ആരും നിങ്ങളെ കാണാനൊന്നും വരികയില്ല എന്ന് ബാബ പറയാം. തും കാണ്ടോം കോ ക്യാ മുഖ് ദിക്കായേങ്കെ, ഈ മുള്ളുകൾക്ക് നിങ്ങളുടെ മുഖം എന്തിനാണ് കാണിക്കുന്നത് എന്ന് ബാബ പറയാം. ഗായൻ ബി ഹേ മൂത്ത് പലിത്തി, അതായത് ഇങ്ങനെ പാടുന്നുണ്ട്, അതായത് അഴുക്ക് വസ്ത്രം എന്നൊക്കെ പാടുന്നുണ്ടല്ലോ. ബാബാക്കോ ജബ് സാഹേബ് സുഖമണി ആദി സബ് യാദതി, ബാബയ്ക്കാണെങ്കിൽ ജബ സാഹേബ് അതുപോലെ സുഖമണി ഇതിനെയെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. അഖണ്ഡ് പാഠബി കർത്തേതേ, അതായത് ബാബറിന്റെ ഇടവിടാതെ ഇതെല്ലാം പഠിക്കുമായിരുന്നു അല്ലേ. ബ്രഹ്മബാബ അനേകം വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അതാ ബാബ പറയുന്നത്. ഇത് ഇടവിടാതെ തന്നെ പഠിക്കുമായിരുന്നു എന്ന് പറയാ ബാബ. 8 വർഷക്കാതാത്തോ പട്ടക്ക് ബാന്ത് താതാ, ബാബ പറയുന്നത് അത് 8 വയസ്സ് മുതലേ തന്നെ ഇതെല്ലാം പഠിക്കാൻ തയ്യാറാകുമായിരുന്നു. രഹ്താഹി മന്ദിർ മേന്ത, അതായത് ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നതും. മന്ദിർ കി ചാർജ് സാരി ഹമാരെ ഊപ്പർ ദി, ഇത് ബാബ പറയാണ് ആ ക്ഷേത്രത്തിൻ്റെ ചാർജ് എല്ലാം എനിക്ക് തന്നെ ആയിരുന്നു എന്ന് പറയാ. അഭി സമജത്തെ ഹേ മൂത്ത് പലീത്തി കപ്പടെ ധോനെ കാ അർത്ഥ ക്യാ ഹേ, ബാബ പറയാണ് ഇപ്പം മനസ്സിലായി, അതായത് അഴുക്ക് വസ്ത്രത്തെ എന്താ പറയുക, അഴുക്ക് നിറഞ്ഞ വസ്ത്രത്തെ വൃത്തിയാക്കുക, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പം മനസ്സിലായെന്ന് ബാബ പറയാം അല്ലെ. വസ്ത്രം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ദേഹത്തെയാണ്. അപ്പോൾ ഈ ദേഹബോധമാണ് നമ്മളിൽ നിന്നും ഇല്ലാതാക്കുന്നത്, അതാണ് അതിൻ്റെ അർത്ഥം ബാബ പറയുന്നത്. മഹിമ സാരി ബാബാ കി ഹി ഹേ, ബാബ പറയുന്നത് എല്ലാ മഹിമയും ശിവബാബയുടേതാണ് എന്ന് പറയാം. अभी तुम बच्चों को बाप बैठ समझाता है, बच्चों को कहते भी है अच्छे अच्छे फूल लावो. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇതെല്ലാം ബാബ ഇരുന്ന് മനസ്സിലാക്കി തരാണ്. എന്നിട്ട് ബാബ കുട്ടികളോട് പറയാണ് നല്ല നല്ല പൂക്കളെ നിങ്ങൾ കൊണ്ടുവരൂ. ജോ അച്ചേ അച്ചേ ഫൂൽ ലായെങ്കെ വഹ് അച്ഛാ ഫൂൽ മാനാ ജായേഗ, ബാബ പറയുന്നത് ആരാണോ നല്ല നല്ല പൂക്കളെ കൊണ്ടുവരുന്നത് അവരും നല്ല പൂവാണെന്ന് അംഗീകരിക്കപ്പെടും. സബി കഹത്തെ ഹേ ഹം ശ്രീ ലക്ഷ്മി നാരായൺ ബനേങ്കെ തോ ഗോയ ഗുലാബ് കെ ഫൂൽ ഹോ ഗയേ, ബാബ പറയാണ് ചില കുട്ടികൾ, അതായത് കുട്ടികൾ പറയും ഞങ്ങൾ ലക്ഷ്മി നാരായണനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാബ പറയാണ് അപ്പം നിങ്ങളും നല്ല റോസാ പുഷ്പമായിട്ട് മാറിയിരിക്കുന്നു എന്ന് പറയും. ബാപ്പ് കഹത്തെ ഹേ അച്ഛാ തും ബച്ചോം കെ മുഖമേം ഗുലാബ്, ബാബ പറയാണ് നല്ലത് നിങ്ങൾ കുട്ടികളുടെ മുഖത്തിൽ റോസാ പുഷ്പം. അബ് പുരുഷാർത്ഥ കർ സദാ ഗുലാബ് ബനോ, ഇപ്പൊ നിങ്ങൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്ത് സദാ നിങ്ങൾ റോസാ പുഷ്പമായിട്ട് മാറൂ. ഡേർ കെ ഡേർ ബച്ചേ ഹേ, ധാരാളം കുട്ടികളുണ്ടെന്ന് ബാബ പറയാ. പ്രജാത്തോ ബഹുത്ത് ബൻഡഹി ഹേ, ധാരാളം പ്രജകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഹാം ഹേ ഹി രാജ റാണി ഓർ പ്രജ, അല്ലെ സത്യയുഗത്തില് രാജാവും റാണിയും പ്രജകളെല്ലാം ഉണ്ടായിരിക്കും. സത്യയുഗമേം വജീർ ഹോത്താ ഹി നഹി ക്യോംകി രാജാമേം ഹി പവർ രഹതി ഹി, ബാബ പറയാണ് സത്യയുഗത്തില് മന്ത്രിയുടെ ആവശ്യം ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. എന്തുകൊണ്ടാ ബാബ പറയുന്നത്, അതായത് രാജാവിൽ തന്നെ
അത്രയും ശക്തി ഉണ്ടായിരിക്കും. പിന്നെ അവിടെ ഒരു മന്ത്രിയുടെ ആവശ്യമില്ല എന്ന് ബാബ പറയാം. വജീർ ആദീസെ റായി ലേനേക്ക് ദർക്കാർ നഹി രഹത്തി. അതായത് മന്ത്രിയൊക്കെ വെച്ചിട്ട് മന്ത്രിയിൽ നിന്നും ഉപദേശം തേടേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് ബാബ പറയാം. കാരണം രാജാവ് തന്നെ ശക്തിശാലിയായിരിക്കും. നഹി തോ റായ് ദേനേവാല ബഡാ ഹോ ഗയ. അപ്പം ബാബ പറയാണ് ഇല്ലെങ്കിൽ ആ ഉപദേശം കൊടുക്കുന്നവര് വലുതായി മാറുമല്ലോ. കാരണം അവിടെ രാജാവിന് തന്നെ നല്ല പവറുണ്ട്. പിന്നെ അവിടെ ഒരു മന്ത്രിയുടെ ആവശ്യമില്ല. അഥവാ ഇനി മന്ത്രിയുണ്ട്, മന്ത്രിയിൽ നിന്ന് ഉപദേശം എടുക്കുക, അർത്ഥം എന്താണ്? അപ്പം ഉപദേശം കൊടുക്കുന്ന ആള് വലിയതായി മാറിയില്ലേ എന്ന് ബാബ പറയാ. വഹാം ഭഗവാൻ ഭഗവതി കോ റായിക്ക് ദർക്കാർ നഹി, വജീർ ആദി തബ് ഹോത്തെ ഹേ ജബ് പതീത് ഹോത്തെ ഹേ. ബാബ പറയുന്നത് അവിടെ, അതായത് സത്യയുഗത്തിലെ ഭഗവാനും ഭഗവതിക്കും അങ്ങനെ ഒരു ഉപദേശവും സ്വീകരിക്കേണ്ട കാര്യമില്ല. എപ്പോഴാണ് മന്ത്രിയെ വെക്കുന്നത്? എപ്പോഴാണോ പതീതമായിട്ട് മാറുന്നത് അപ്പോഴാണ് ഈ മന്ത്രിയൊക്കെ വെക്കുന്നത്. കാരണം പവർ കുറഞ്ഞു. പതീതമായി മാറുമ്പോൾ ആത്മാവിൽ പവർ കുറഞ്ഞു. അപ്പോൾ ഉപദേശം എടുക്കേണ്ടി വരും. അതായത് ശരിയായ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയാതെ വരും. അപ്പോൾ ഉപദേശം എടുക്കേണ്ടി വരും. അപ്പോഴാണ് ഈ മന്ത്രിയൊക്കെ വെക്കുക എന്ന് ബാബ പറയാ. ഭാരത് കി ഹി ബാത്ത് ഹേ ഓർ കോയി ഗണ്ട് നഹി. ബാബ പറയുന്നത് ഇത് ഭാരതത്തിൻ്റെ തന്നെ കാര്യമാണ് ബാബ പറയുന്നത്, അല്ലാതെ വേറെ ഒരു ഗണ്ഡവുമില്ല എന്ന് ബാബ പറയാം. ജഹാം രാജായേം രാജാവോം കാ മാതാ ടേക് തേ ഹോ. ബാബ പറയുന്നത് ഈ ഭാരതത്തിൽ തന്നെയാണ് രാജാക്കന്മാരെ വണങ്ങുന്നത് എന്ന് ബാബ പറയാം. യഹാം ഹി ദിക്കായ ജാത്താ ഹേ ജ്ഞാൻ മാർഗമേം പൂജ്യ അജ്ഞാൻ മാർഗമേം പൂജാരി. ബാബ പറയുന്നത് ഇവിടെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ജ്ഞാനമാർഗത്തിൽ പൂജ്യരും അജ്ഞാനമാർഗത്തിൽ പൂജാരിയും. അതും കാണിച്ചിരിക്കുന്നത് ഇവിടെ തന്നെയാണ്, ഈ ഭാരതത്തിൽ തന്നെയാണ് എന്ന് ബാബ പറയാം. വഹ് ഡബിൾ താജ് വഹ് സിംഗിൾ താജ്. ബാബ പറയുന്നത് സത്യയുഗത്തിൽ എങ്ങനെയായിരിക്കും? ഡബിൾ കിരീടമായിരിക്കും. പിന്നീട് പൂജാരിയായിട്ട് മാറുമ്പോൾ എന്താ ഉണ്ടാകുക? സിംഗിൾ കിരീടമായിരിക്കും അല്ലേ? സത്യയുഗത്തിൽ അതായത് ഒന്ന് പവിത്രതയുടെ കിരീടവും ഉണ്ടായിരിക്കും, പിന്നെ രത്നജഡിത കിരീടവും ഉണ്ടായിരിക്കും. പക്ഷെ ദ്വാപരം മുതൽ തുടങ്ങുമ്പോൾ ആ പവിത്രത നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു കിരീടമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് ബാബ പറയാ. ഭാരത് ജൈസ പവിത്ര ഗണ്ഡ് കോയി ഹേ നഹി. ഭാരതത്തെ പോലെ ഒരു പവിത്രമായ ഒരു ഗണ്ഡം വേറെ ഇല്ല എന്ന് ബാബ പറയാം. പാരഡൈസ് ബഹിഷ്ദ. അതായത് ഭാരതം സ്വർഗമായിരുന്നു, പാരഡൈസ് ആയിരുന്നു എന്ന് ബാബ പറയാ. തും ഉസ്കേലിയേ ഹി പഠിത്തേ ഹോ. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ പഠിക്കുന്നത് അല്ലേ? നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ പഠിക്കുന്നത്. അബി തുംകോ ഫൂൽ ബന്നാ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് എന്തായി മാറണം? പുഷ്പമായിട്ട് മാറണമെന്ന് ബാബ പറയാം. ഭഗവാൻ ആയാ ഹേ. അതായത് തോട്ടത്തിന്റെ ഉടമസ്ഥൻ വന്നിരിക്കുകയാണ്. മാലി ബി ഹേ. തോട്ടക്കാരനുമുണ്ട്. മാലി നമ്പർ വാർ ഹോത്തേ ഹേ. ഇപ്പൊ തോട്ടക്കാരാണെങ്കിലോ നമ്പർ വൈസ് ആയിരിക്കുമെന്ന് ബാബ പറയാം. ബച്ചേ ബി സമജ്തേ ഹേ യഹ് ബഗീജ ഹേ ഇസ്മേം കാൺടേ നഹി. ബാബ പറയാണ് കുട്ടികളും ഇത് മനസ്സിലാക്കുന്നുണ്ട്, ഇത് പൂന്തോട്ടമാണ്, ഇതില് മുള്ളുകൾ ഉണ്ടായിരിക്കില്ല. കാൺടേ ദുഃഖ് ദേത്തേ ഹേ. മുള്ളാണെങ്കിലോ ദുഃഖം തരുമെന്ന് ബാബ പറയാ. ബാപ്പുത്തോ കിസ്കോ ദുഃഖ് നഹി ദേത്തേ. ബാബയാണെങ്കിലോ ആർക്കും ദുഃഖം കൊടുക്കില്ല എന്ന് പറയാ. വഹ്ഹേഹി ദുഃഖ് ഹർത്ത സുഖ് കർത്ത കിത്തന മീട്ടാ ബാബാ ഹേ. ബാബയെ എന്താ പറയാ? ദുഃഖത്തെ ഹരിക്കുന്നത്, അതുപോലെ സുഖം തരുന്നത് അല്ലേ? അതാണ് ബാബ. അപ്പൊ എത്രമാത്രം മധുരമായിട്ടുള്ള അച്ഛനാണ് എന്ന് പറയാ ബാബ. തും ബച്ചോം കോ ബാപ്പ് പർ ലവ് ഹേ, ബാപ്പ് ബി ബച്ചോം കോ ലവ് കർത്തേ ഹേന. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾക്ക് ബാബയുടെ മേൽ വളരെയധികം സ്നേഹമാണെന്ന് പറയാം. ബാബയ്ക്കും അങ്ങനെ തന്നെയാണ്. ബാബയും കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. യഹ് പടായി ഹേ. ഇത് പഠിപ്പാണെന്ന് പറയാ ബാബ. ബാപ്പ് കഹത്തെ ഹേ മേ തുംകോ പ്രാക്ടിക്കൽ മേം പഠാത്താ ഹൂം യഹ് ബി പഠത്തെ ഹേ പഠിക്കർ ഫിർ പഠാവോ തോ ഓർ ബി കാൺടേ സേ ഫൂൽ ബനെ. അപ്പൊ ബാബ പറയുന്നത്
ഞാൻ നിങ്ങളെ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും പഠിപ്പാണ്. നിങ്ങളിത് പഠിച്ചിട്ട് മറ്റുള്ളവരെയും പഠിപ്പിക്കുകയാണെങ്കിൽ ബാബ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടി മുള്ളിൽ നിന്ന് പുഷ്പമായി മാറിക്കൊണ്ടിരിക്കും. പഠിക്കും ചെയ്യണം, അത് കഴിഞ്ഞ് പഠിപ്പിക്കും വേണം. ഭാരത് മഹാദാനി ഗായാ ഹുവാ ഹേ ക്യോംകി അബി തും ബച്ചേ മഹാദാനി ബൻതേ ഹോ. അപ്പം ഭാരതത്തെ തന്നെയാണ് മഹാദാനി എന്ന് പാടപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ബാബ പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ കുട്ടികളാണ് ഈ മഹാദാനിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാരതത്തെ മഹാദാനി എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. അവിനാശി ഗ്യാൻ രത്നോം കാ തും ദാൻ കർത്തേ ഹോ. നമ്മളിവിടെ എന്താണ് ദാനം ചെയ്യുന്നത്? അവിനാശിയായിട്ടുള്ള ജ്ഞാനരത്നങ്ങളാണ് അല്ലേ? ബാബ നമുക്ക് തരുന്ന ഓരോ ജ്ഞാനരത്നങ്ങളെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കുന്നത്. അതാണ് ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾ അവിനാശി ജ്ഞാനരത്നങ്ങളാണ് ദാനം ചെയ്യുന്നത്. ബാബാനെ സംജായ ഹേ ആത്മാഹി രൂപ് ബസന്ത് ഹേ. ബാബ മനസ്സിലാക്കി തന്നു, ആത്മാവ് തന്നെയാണ് രൂപ ബസന്തായിട്ടുള്ളത്. ബാബ ബി രൂപ ബസന്ത് ഹേ. ബാബയും രൂപ ബസന്ത എന്ന് പറയാം. കാരണം ജ്ഞാനമുണ്ടല്ലോ. ഉന്മേം സാര ജ്ഞാൻ ഹേ. ബാബയിൽ തന്നെയാണ് മുഴുവനും ജ്ഞാനമുള്ളത്. അപ്പോൾ ഈ ജ്ഞാനം മുഴുവനും നമ്മൾ കുട്ടികൾക്ക് ബാബ തന്നു കഴിഞ്ഞു. അപ്പോൾ ബാബ പറയാണ് നിങ്ങൾ കുട്ടികളും രൂപ ബസന്ത എന്ന് പറയാ ബാബ. ജ്ഞാൻ കാ സാഗർ ഹേ പരംപിത പരമാത്മ വഹ് അതോറിറ്റി ഹേന. അതായത് ജ്ഞാനത്തിൻ്റെ സാഗരൻ എന്നാരെയാ പറയാ? പരംപിത പരമാത്മാവിനെ തന്നെയാണ് ജ്ഞാനസാഗരൻ എന്ന് പറയാ. ആ ജ്ഞാനസാഗരൻ ആരും കൂടിയാണ്? അതോറിറ്റിയുമാണെന്ന് പറയാ ബാബ. അതായത് അധികാരമുണ്ടല്ലോ, അത്രയും ശക്തിയുണ്ടല്ലോ. ജ്ഞാൻ കാ സാഗർ ഏക് ബാപ്പ് ഹേ ഇസ്ലിയെ ഗായാ ജാതാ ഹേ സാരാ സമുദ്ര സ്യാഹി ബനാവോ തോബി ഗുട്നെ വാലാ നഹി ഹേ. ബാബ പറയുന്നത് ഈ ജ്ഞാനത്തിൻ്റെ സാഗരൻ ആ ഒരേ ഒരു ബാബ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പാടപ്പെട്ടിട്ടുള്ളത്. അതായത് മുഴുവൻ സമുദ്രത്തെ മഷിയാക്കിയാലും ഈ ബാബയുടെ മഹിമ എഴുതി തീരില്ല എന്ന് പറയാ ബാബ. और फिर एक सेकंड में ജീവൻ മുക്തി കാ ഭി ഗായൻ ഹേ. അതുമാത്രമല്ല ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി എന്നും പാടപ്പെട്ടിട്ടുണ്ട്. തുമാരെ പാസ് കോയി ശാസ്ത്ര ആദി നഹി ഹേ. ബാബ പറയുന്നത് നിങ്ങളുടെ കൈവശമാണെങ്കിലോ അങ്ങനെ ശാസ്ത്രങ്ങളോ അങ്ങനെയുള്ള യാതൊന്നുമില്ല എന്ന് ബാബ പറയാം. വഹാം കോയി പണ്ഡിത് ആദി കെ പാസ് ജായേങ്കെ तो समझते हैं यह പണ്ഡിത് ബഹുത് പടാ ഹുവ അതോറിറ്റി ഹേ. ബാബ പറയാണ് നമ്മൾ ഭക്തി മാർഗത്തിലൊക്കെ ഏതെങ്കിലും പണ്ഡിതരുടെ അടുത്തെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാകുക? ഈ പണ്ഡിതൻ ധാരാളം പഠിച്ചിട്ടുണ്ട്, വളരെ ശക്തിശാലിയാണ്, കാരണം അത്രയും പഠിപ്പ് അദ്ദേഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കും. ഇസ്നെ സബ് വേദ് ശാസ്ത്ര കണ്ട് കിയേ ഹേ ഫിർ സംസ്കാർ ले जाते हैं तो छोटेपन से फिर वह अध्ययन कर लेते हैं. ബാബ പറയാണ് ഈ പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ ഈ എല്ലാ വേദശാസ്ത്രങ്ങളെയെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും. പിന്നെ അവർ ഈ സംസ്കാരം എടുത്തുകൊണ്ടാണ് പിന്നെ പോകുന്നത് അടുത്ത ജന്മത്തിലേക്ക്. അപ്പോൾ ആ അടുത്ത ജന്മത്തിൽ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ തന്നെ അവർ ഇതെല്ലാം മനസ്സിലാക്കി പഠിപ്പിക്കാനും തുടങ്ങും. കാരണം ഇവർ ഇത്രയും വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം അത്രയും ആഴത്തിൽ പഠിച്ചിട്ടാണ് ആ സംസ്കാരം കൊണ്ടാണ് പോകുന്നത്. അതാ ബാബ പറയുന്നത്. തും സംസ്കാർ നെഹി ലേ ജാത്തേ ഹോ. നിങ്ങളാണെങ്കിലോ ഈ സംസ്കാരം എടുക്കുന്നില്ല എന്ന് പറയാ ബാബ. തും പഠായിക്ക് റിസൾട്ട് ലേ ജാത്തേ ഹോ. നിങ്ങൾ ഈ പഠിപ്പിൻ്റെ റിസൾട്ട്, ഇതിൻ്റെ ആ ഒരു പ്രതിഫലമാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. തുമാരി പഠായി പൂരി ഹുയേ ഫിർ റിസൾട്ട് നിക്കലേഗി ഓർ വഹ് പദ് പാലേങ്കെ. ബാബ പറയുന്നത് നിങ്ങളുടെ പഠിപ്പ് പൂർത്തിയാകുമ്പോൾ പിന്നീട് റിസൾട്ട് വരും, പിന്നെ അതിനനുസരിച്ച് പദവിയും നിങ്ങൾ നേടുമെന്ന് ബാബ പറയാം. ജ്ഞാൻ തോടെ ഹി ലേ ജായേങ്കെ ജോ ജിസ്കോ സുനായേങ്കെ. ബാബ പറയുന്നത് നിങ്ങൾ അല്പം പോലും ജ്ഞാനം എടുത്തു പോകുന്നില്ല മറ്റുള്ളവരെ കേൾപ്പിക്കാനായിട്ട്. അതായത് ഒരു അല്പം പോലും നിങ്ങൾ ജ്ഞാനം എടുത്തു പോകുന്നില്ല എന്ന് ബാബ പറയാ. യഹാം തോ തുമാരി പഠായി ഹേ ജിസ്കി പ്രാലബ് നയി ദുനിയാമേ മിൽത്തി ഹേ. ബാബ പറയാണ്
ഇവിടെ നിങ്ങളുടെ പഠിപ്പാണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രാപ്തിയാണ് പുതിയ ലോകത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ബാബ പറയാം. തും ബച്ചോം കോ ബാപ്പിനെ സംജായാ ഹേ മായാബി കോയി കം ശക്തിവാൻ നഹി ഹേ. ബാബ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്, മായയും അങ്ങനെ കുറഞ്ഞ ശക്തിവാനുമൊന്നുമല്ല, അല്ലേ? അത്രയും ശക്തിശാലി തന്നെയാണ് മായ. മായാക്കോ ശക്തി ഹേ ദുർഗതിമേം ലേ ജാനേക്ക്. മായയിൽ എന്ത് ശക്തിയാണുള്ളത്? ദുർഗതിയിലേക്ക് കൊണ്ടുപോകാൻ. കാരണം മായയും ശക്തിശാലിയാണ്, പക്ഷെ ദുർഗതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശക്തിയാണ് മായയിലുള്ളതെന്ന് ബാബ പറയാം. പരന്തു ഉൻകി മഹിമ തോടെ ഹി കരേങ്കെ. പക്ഷെ മായയ്ക്ക് ഇത്രയും ശക്തിശാലിയാണ് എങ്കിൽ കൂടിയും മായയുടെ മഹിമയൊന്നും പാടില്ല എന്ന് ബാബ പറയാം. വഹുത്തോ ദുഃഖ് ദേനേമേ ശക്തിമാൻ ഹേ. ബാബ പറയുന്നത് മായ ദുഃഖം തരുന്ന കാര്യത്തിലാണല്ലോ ശക്തിവാൻ. അപ്പൊ മായയുടെ മഹിമ പാടില്ല. ബാപ്പ് സുഖ് ദേനേമേം ശക്തിമാൻ ഹേ ഇസ്ലിയേ ഉൻക ഗായൻ ഹേ. ബാബയാണെങ്കിലോ സുഖം തരുന്ന കാര്യത്തിലാണ് ശക്തിവാൻ, അതുകൊണ്ടാണ് ബാബയുടെ മഹിമ പാടുന്നത്. മായ ദുഃഖം തരുന്ന കാര്യത്തിലാണ് ശക്തിവാൻ, അതുകൊണ്ട് മായയുടെ മഹിമയുണ്ടാകുന്നില്ല എന്ന് ബാബ പറയാം. യഹ് ബി ഡ്രാമ ബനാ ഹുവാ ഹേ. ഈ ഡ്രാമയും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. തും സുഖ് ഉഡാത്തേ ഹോ തോ ദുഃഖ് ബി ഉഡാത്തേ ഹോ. നിങ്ങളാണ് വളരെയധികം സുഖമെടുക്കുന്നവർ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ദുഃഖവും എടുക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. ഹാർ ഓർ ജീത്ത് കിസ്കി ഹേ ഇൻകാ ബി മാലൂം ഹോനാ ചാഹിയന. അതായത് വിജയവും പരാജയവും അതാരുടേതാണ്, ഇതും നിങ്ങൾക്ക് അറിയേണ്ടതല്ലേ എന്ന് ബാബ പറയാം. ബാപ്പ് ബി ഭാരത് മേം ആത്തേ ഹേ ജയന്തി ബി ഭാരത് മേം മനായി ജാതി ഹേ. ബാബ പറയുന്നത് ബാബയും ഈ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ബാബയുടെ ആ ജയന്തിയും ഈ ഭാരതത്തിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. യഹ് കിസ്കോ ബി പത്താ നഹി കി ശിവ് ബാബ കബ് ആയ ക്യാ ആകർ കിയാദ. ബാബ പറയുന്നത് ഇതാർക്കും അറിയുന്നില്ല, അതായത് ശിവബാബ എപ്പോൾ വന്നു, വന്നിട്ടിവിടെ എന്താണ് ചെയ്തത്, ഇതൊന്നും ആർക്കും അറിയില്ല എന്ന് ബാബ പറയാം. നാം നിഷാൻ ഹി ഗും കർദിയ. ഇത് പേരും അടയാളവും തന്നെ മുക്കിക്കളഞ്ഞു എന്ന് ബാബ പറയാം. ശ്രീകൃഷ്ണ ബച്ചേക്ക നാം ദേദിയ. പിന്നെ കൃഷ്ണന്റെ, അതായത് കുട്ടിയായ കൃഷ്ണന്റെ പേരവിടെ വെച്ചു. വാസ്തവമേം ബിലൗഡ് ബാപ്പ് കി മഹിമ അലഗ് ശ്രീകൃഷ്ണ കി മഹിമ അലഗ് ഹേ. ബാബ പറയാണ്, വാസ്തവത്തിൽ ഇത്രയും സ്നേഹിയായ അച്ഛന്റെ മഹിമ വേറെയാണ്, ശ്രീകൃഷ്ണന്റെ മഹിമയും വേറെയാണ്. വഹ് നിരാകാർ വഹ് സാകാർ. അതായത് ബാബയാണെങ്കിൽ നിരാകാരനാണ്, ശ്രീകൃഷ്ണനോ സാകാരം, അല്ലെ? ശരീരമുണ്ടല്ലോ. ശ്രീകൃഷ്ണയ്ക്ക് മഹിമ ഹേ സർവഗുണ സമ്പന്ന. ശ്രീകൃഷ്ണന്റെ മഹിമ ബാബ പറയുന്നത് സർവഗുണ സമ്പന്നനാണ്. ശിവബാബാക്കി യഹ് മഹിമ നഹി കരേങ്കെ ജിസ്മേം ഗുണ ഹേ तो अवगुण भी होंगे इसलिए ബാപ്പ് കി മഹിമ ഹി അലഗ് ഹേ. ബാബ പറയുന്നത് ശിവബാബയ്ക്ക് ഒരിക്കലും സർവഗുണ സമ്പന്നൻ എന്ന മഹിമ പറയില്ല. കാരണം ബാബ പറയുന്നത് ആരിലാണോ ഗുണമുള്ളത് അവരിൽ അവഗുണവുമുണ്ട്, അതുകൊണ്ട് ബാബയ്ക്ക് ഈ മഹിമ പറയില്ല എന്ന് ബാബ പറയാം. അതുകൊണ്ട് തന്നെ ബാബയുടെ മഹിമ വേറെയാണ്. ബാപ്പുക്കോ അകാലമൂർത്ത് കഹ്തേഹേന. ബാബയെ അകാലമൂർത്ത് എന്ന് പറയും. ഹംബി അകാൽമൂർത്ത് ഹേ. നിങ്ങളും, അതായത് നമ്മളും അകാലമൂർത്തികളാണെന്ന് പറയാം. ആത്മാക്കോ കാൽ കാ നഹി സക്ത. അകാലമൂർത്തി എന്തുകൊണ്ടാണ് പറയുന്നത്? ആത്മാവിനെ ഒരിക്കലും കാലന് വിഴുങ്ങാൻ സാധിക്കില്ല, അതുകൊണ്ട് അകാലമൂർത്തി എന്ന് പറയും. ആത്മാ അകാൽ മൂർത്ത് കാ യഹ് തക്ത് ഹേ. ആത്മാവിന്, ആ ആത്മാവ് അകാലമൂർത്തിയായ ആത്മാവിനും ഈ സിംഹാസനമുണ്ട്, അകാല സിംഹാസനം ഉണ്ടല്ലോ, അതായത് ഭൃഗുടി മധ്യത്തില്. ഹമാര ബാബാബി അകാൽ മൂർത്ത് ഹേ. അതായത് നമ്മുടെ അച്ഛനും അതുപോലെ തന്നെ അകാലമൂർത്തിയാണ്. കാൽ ശരീർക്കോ ഹി കാത്തേ ഹേ. ബാബ പറയുന്നത് കാലൻ ശരീരത്തെയാണ് കൊണ്ടുപോകുന്നത്. യഹാം അകാൽ മൂർത്തുക്കോ ബുലാത്തേ ഹേ. ഇവിടെയാണ് അകാലമൂർത്തിയെ വിളിക്കുന്നത്.
सतयुग में नहीं बुलाएंगे क्योंकि वहां तो സുഖ് ഹി സുഖ് ഹെ. ബാബ പറയുന്നത് സത്യയുഗത്തിൽ ഒരിക്കലും ഈ അകാലമൂർത്തി അതായത് ബാബയെ ഈശ്വരനെ വിളിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ സുഖം തന്നെ സുഖമാണ്. ഇസ്ലിയെ ഗാത്തെ ബി ഹെ ദുഃഖമേം സിമരൻ സബ് കരേ സുഖമേം കരേ നാ കോയി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പാടപ്പെട്ടിട്ടുണ്ട്. അതായത് ദുഃഖത്തിൽ എല്ലാവരും ഓർമ്മിക്കും, സുഖത്തിൽ ആരും തന്നെ ഓർമ്മിക്കില്ല. അങ്ങനെ പാടപ്പെട്ടിട്ടുണ്ട്. കാരണം സത്യയുഗത്തിലെ സുഖം തന്നെ സുഖമാണ്. അവിടെ ഈശ്വരനെ ഓർമ്മിക്കുന്നേയില്ല. പിന്നീട് ദുഃഖം എപ്പോഴാണോ തുടങ്ങുന്നത് അപ്പോഴാണ് ഈശ്വരനെ ഓർമ്മിക്കുന്നത് എന്ന് ബാബ പറയാം. അബി രാവൺ രാജ്യമേം കിത്തന ദുഃഖ് ഹേ. ഇപ്പോൾ ഈ രാവണ രാജ്യത്തില് എത്രമാത്രം ദുഃഖമാണെന്ന് ബാബ പറയാ. ബാപ്പ് തോ സ്വർഗ കാ മാലിക് ബനാത്തേ ഹേ. ബാബ സ്വർഗത്തിന്റെ അധികാരികളാക്കി നിങ്ങളെ മാറ്റുകയാണ്. ഫിർ വഹാം ആദാ കൽപ്പ് കോയി പുക്കാർത്തേ ഹി നഹി. പിന്നെ ബാബ പറയുന്നത് അരക്കൽപ്പത്തേക്ക് ആരും വിളിക്കുക തന്നെയില്ല. അല്ലെ, ബാബ നമ്മൾ കുട്ടികളെ സ്വർഗത്തിന്റെ അധികാരികളാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അരക്കൽപ്പത്തേക്ക് ആരും വിളിക്കില്ല എന്ന് ബാബ പറയാം. ജൈസെ ലൗകിക് ബാപ്പ് ബച്ചോം കോ ശൃംഗാർ കർ വർസാത് ദേ ഖുദ് വാനപ്രസ്ഥ അവസ്ഥ ലേത്തേ ഹേ. ബാബ പറയുന്നത് എങ്ങനെയാണോ ലൗകികത്തില് അച്ഛൻ കുട്ടികളെ അലങ്കരിച്ച് എല്ലാ സമ്പത്തും കൊടുത്തിട്ട് സ്വയം വാനപ്രസ്ഥ അവസ്ഥയിലേക്ക് പോകും. സബ് കുച്ച് ബച്ചോം കോ ദേക്കർ കഹേങ്കെ അബി ഹം സത്സംഗമേ ജാത്തേ ഹേ. അതായത് എല്ലാം കുട്ടികൾക്ക് സമർപ്പിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ പറയും, അതായത് ഞാനിപ്പോൾ സത്സംഗത്തിലേക്ക് പോവുകയാണ്. കുച്ച് ഖാനെ കേ ലിയേ ബേജത്തെ രഹന. അതായത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അയച്ചു തരണം. ഇങ്ങനെ പറഞ്ഞിട്ട് ലൗകികത്തിലെ അച്ഛന്മാരെന്താ ചെയ്യുക? എല്ലാം കുട്ടികൾക്ക് കൊടുത്തിട്ട് സമ്പത്തും എല്ലാം കുട്ടികൾക്ക് കൊടുത്തിട്ട് വാനപ്രസ്ഥ അവസ്ഥയിലേക്ക് പോകും. യഹ് ബാബാ തോ ഏസാ നഹി കഹേംഗെന. ഇവിടെ ബാബ അങ്ങനെ പറയില്ല എന്ന് പറയാ. യഹ് തോ കഹത്തെ ഹേ മീട്ടെ മീട്ടെ ബച്ചോം ഹം തുംകോ വിശ്വ കി ബാദ്ഷാഹി ദേക്കർ വാനപ്രസ്ഥമേം ചലേ ജായേംഗെ. ബാബ പറയുന്നത് ഇവിടെ ബാബ എന്താ നമ്മൾ കുട്ടികളോട് പറയാ? മധുരമായ എൻ്റെ കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് ഈ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി തന്നിട്ട് വാനപ്രസ്ഥത്തിലേക്ക് തിരിച്ചു പോകും. ഹം തോടെ ഹി കഹേംഗെ ഖാനെ കേ ലിയേ ഭേജന. ബാബ പറയാണ്, ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല, അതായത് എന്തെങ്കിലും കഴിക്കാനായിട്ടൊക്കെ നിങ്ങൾ അയച്ചു തരണം എന്നുള്ളത് ഞാൻ പറയില്ല എന്ന് ബാബ പറയാ. ലൗകിക് ബച്ചോം കാ തോ ഫർജ് ഹേ ബാപ്പ് കി സംഭാൽ കർണ. ലൗകികത്തിലെ കുട്ടികളുടെ കടമയാണ് ലൗകിക അച്ഛനെ സംരക്ഷിക്കുക എന്നുള്ളത്, അല്ലേ? അതാ ബാബ പറയേണ്ടത്, കുട്ടികളുടെ കടമയാണ്. നിഹീത്തോ കായേങ്കി കൈസേ. ഇല്ലെങ്കിൽ ആ അച്ഛൻ എങ്ങനെയാണ് കഴിക്കുക, അല്ലേ? അപ്പൊ കുട്ടികളുടെ കടമയാണ് അച്ഛനെ നോക്കുക എന്നുള്ളതെന്ന് ബാബ പറയാം. യഹ് ബാപ്പ് തോ കഹത്തെ ഹേ മേ നിഷ്കാം സേവാദാരി ഹോം. ഈ ബാബ തന്നെയാണ് പറയുന്നത്, അതായത് ഞാൻ നിഷ്കാമ സേവാദാരിയാണ്, ഒന്നും തിരിച്ച് പ്രതിഫലം ഒന്നും ആഗ്രഹിക്കുന്നില്ല, അങ്ങനെയുള്ള സേവാദാരിയാണ് ഞാൻ. മനുഷ്യ കോയി നിഷ്കാം ഹോ നാ സകേ. മനുഷ്യനൊരിക്കലും നിഷ്കാമമായിട്ടിരിക്കാൻ സാധിക്കില്ല, അല്ലെ? അവരെന്തെങ്കിലുമൊക്കെ അവർ തിരിച്ച് ആഗ്രഹിക്കും. ഭൂക്ക് മർ ജായേ. ഇല്ലെങ്കിൽ അവർ പറയണത് മനുഷ്യരാണെങ്കിലോ വിശന്ന് മരിക്കും. ഹം തോടെ ഹി ഭൂക്ക് മരേങ്കെ ഹം തോ അഭോക്താ ഹേ. പക്ഷെ ബാബ ഒരിക്കലും വിശന്ന് മരിക്കില്ല, കാരണം ബാബ അഭോക്താവാണ്. ലൗകിക അച്ഛന്മാരാണെങ്കിലോ അവര് മനുഷ്യരാണല്ലോ, അവരെന്തായാലും വിശന്ന് മരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് കഴിക്കാനായിട്ടൊക്കെ എന്തെങ്കിലും നിങ്ങൾ അയച്ചു തരൂ, ഇല്ലെങ്കിൽ വിശന്ന് മരിക്കുമല്ലോ. അതാണ് ബാബ പറയുന്നത്. പക്ഷെ ഇവിടെ ബാബ പറയുന്നത് ഞാൻ അഭോക്താവാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിശന്ന് മരിക്കില്ല. തും ബച്ചോം കോ വിശ്വക്കി ബാദ്ഷാഹി ദേക്കർ ഹം ജായേ വിശ്രാം കർത്തേ ഹേ. ബാബ പറയുന്നത് ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി തന്നിട്ട് ഞാൻ തിരികെ വിശ്രമിക്കാൻ പോകുമെന്ന് ബാബ പറയാ. ഫിർ ഹമാര പാർട്ട് ബന്ദ് ഹോ ജാത്ത. പിന്നെ എൻ്റെ പാർട്ട് അവസാനിച്ചു.
ഫിർ ഭക്തി മാർഗമേ ശുരു ഹോത്താ ഹെ. പിന്നീട് എൻ്റെ പാർട്ട് എപ്പോഴാണ് വരുന്നത്? എൻ്റെ പാർട്ട് വരുന്നത് പിന്നീട് ഭക്തി മാർഗത്തിൽ തുടങ്ങും എന്ന് ബാബ പറയാം. യഹ് അനാദി ഡ്രാമ ബനാ ഹുവാ ഹെ. ബാബ പറയുന്നത് ഇത് ഈ ഡ്രാമ അനാദിയായിട്ട്, അതായത് ഇതിന് ആദ്യവുമില്ല അവസാനവുമില്ല, അങ്ങനെ അനാദിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡ്രാമയാണ്. ജോ രാസ് ബാബ് ബൈട്ട് സമജാത്തെ ഹെ. ഇതിൻ്റെ രഹസ്യമെല്ലാം ബാബ ഇരുന്ന് മനസ്സിലാക്കി തരാണ്. വാസ്തവമേ തുമാരാ പാർട്ട് സബ്സെ ജാസ്തി ഹേ തോ ഇസാഫാ ബി തുംകോ മിൽനാ ചാഹിയേ. ബാബ പറയുന്നത് വാസ്തവത്തിൽ നിങ്ങൾ കുട്ടികളുടെ പാർട്ടാണ് വളരെ വലിയ പാർട്ട്. കൂടുതൽ പാർട്ടുള്ളത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലവും അല്ലേ നിങ്ങൾക്ക് തന്നെയാണ് കിട്ടുന്നത്. മേ ആരാം കർത്താ ഹോം തോ തും ഫിർ ബ്രഹ്മാണ്ട് കെ ബി മാലിക്. ബാബ പറയുന്നത് ഞാൻ അവിടെ വിശ്രമിക്കും, അപ്പോഴും നിങ്ങൾ എന്താണ് ബ്രഹ്മാണ്ടത്തിൻ്റെയും കൂടി അധികാരിയാണെന്ന് പറയാം. വിശ്വ കെ ബി മാലിക് ബൻതേഹോ. നിങ്ങൾ വിശ്വത്തിൻ്റെയും അധികാരിയായിട്ട് മാറുന്നുണ്ട്, ബ്രഹ്മാണ്ടത്തിൻ്റെയും അധികാരിയാണ്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ വീട് ബ്രഹ്മാണ്ടം അല്ലേ, ശാന്തിധാമത്തിലേക്ക് നമ്മൾ ആത്മാക്കളെല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ബാബ പറയുന്നത് നിങ്ങൾ ബ്രഹ്മാണ്ടത്തിൻ്റെയും അധികാരിയാണ്, പിന്നീട് വിശ്വത്തിൻ്റെയും അധികാരിയാണ്. അങ്ങനെ വിശ്വത്തിൻ്റെ അധികാരിയായിട്ട് നിങ്ങൾ മാറുന്നുണ്ട്. തുമാര നാം ബഡാ ഹോത്താ ഹെ. നിങ്ങളുടെ പേര് വളരെ വലുതാണെന്ന് പറയാം. യഹ് ഡ്രാമ കാ രാസ് ബി തും ജാൻതേ ഹോ. ഈ ഡ്രാമയുടെ രഹസ്യത്തെയും നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. തും ഹോ ജ്ഞാൻ കെ ഫൂൽ. ബാബ പറയുന്നത് നിങ്ങൾ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ പുഷ്പങ്ങൾ. ദുനിയാമേം ഏക് ബി നഹി. വേറെ ലോകത്തിൽ വേറെ ആരും ഇങ്ങനെയില്ല എന്ന് ബാബ പറയാ. രാത് ദിൻ കാ ഫറക് ഹെ. രാത്രിയുടെയും പകലിൻ്റെയും വ്യത്യാസമുണ്ട്. വഹ് രാത് മേ ഹേ തും ദിൻ മേ ജാത്തേ ഹോ. അവർ രാത്രിയിലാണെന്ന് പറയുന്നത് അവർ അജ്ഞാന അന്ധകാരത്തിലാണ്. നമ്മൾക്കിപ്പോൾ ബാബ ജ്ഞാനം തന്നു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ബാബ പറയാണ് നിങ്ങൾ പകലിലാണ്. ആജിക്കൽ ദേക്കോ വൻ ഉത്സവ് കർത്തേ രഹത്തെ ഹെ. അതായത് വനോത്സവം ഒക്കെ ഇപ്പോൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ബാബ പറയാണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾ നോക്കൂ, വന ഉത്സവങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അബ് ഭഗവാൻ മനുഷ്യോം കാ വനോത്സവ് കർ രഹേ ഹെ. ഇപ്പൊ ഭഗവാൻ മനുഷ്യരുടെ വനോത്സവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. വനോത്സവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ തൈകളൊക്കെ നടുമല്ലോ. ഇവിടെ ബാബ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മളെ കുട്ടികളെയാണ് നമ്മൾ പുതിയ പുതിയ തൈകളായിട്ട് ബാബ നട്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ ലോകത്തേക്ക് വേണ്ടി നമ്മൾ കുട്ടികളാകുന്ന തൈകളെയാണ് ബാബ നട്ടുകൊണ്ടിരിക്കുന്നത്. ബാപ്പ് ദേക്കോ കൈസേ കമാൽ കർത്തേ ഹേ ജോ മനുഷ്യ കോ ദേവത രംഗ് കോ രാവ് ബനാ ദേത്തേ ഹേ. ബാബ പറയാണ്, അതായത് നോക്കൂ ബാബ എത്രമാത്രം കമാലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ ദരിദ്രനിൽ നിന്നും ധനവാൻ, അതായത് രാജാവാക്കി മാറ്റുന്നു. എത്ര അത്ഭുതമാണ് ബാബ ചെയ്യുന്നത്. അബി ബേഹദ് കെ ബാപ്പ് സേ തും സൗദാ ലേനെ ആയേ ഹോ കഹത്തെ ഹോ ബാബ ഹംകോ രംഗ് സേ രാവ് ബനാവോ. അതായത് ഇപ്പോൾ പരിധിയില്ലാത്ത അച്ഛൻ വന്നിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഈ സമ്മാനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതുപോലെ നമ്മൾ കുട്ടികളും പറയുന്നുണ്ട്, ബാബ ഞങ്ങളെ ദരിദ്രനിൽ നിന്നും ധനവാനാക്കി മാറ്റൂ, അല്ലെങ്കിൽ എന്താണ് പ്രജയിൽ നിന്നും രാജാവാക്കി മാറ്റൂ എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ പറയുന്നുണ്ടെന്ന് ബാബ പറയാം. ബാബ വന്നിരിക്കുന്നതും നമ്മൾക്ക് സമ്പത്ത്, അതായത് സമ്മാനം തരാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ ബാബ വന്നിരിക്കുന്നതും. സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവി തരാനാണ് ബാബ വന്നിരിക്കുന്നത്. യഹ്തോ ബഹുത് അച്ഛാ ഗ്രാഹ് ഹേ ഉൻകോ തും കഹത്തെ ബി ഹോ ദുഃഖ് ഹർത്ത സുഖ ഹർത്ത. ഇത് വളരെ നല്ല കച്ചവടക്കാരനാന്ന് പറയാ ആര്? ബാബയെ. അതായത് ബാബ നമ്മൾ കുട്ടികളെ ബാബയെ തന്നെയാണ് പറയുന്നത് ദുഃഖഹർത്താവെന്നും സുഖ കർത്താവെന്നും. അതായത് സുഖം തരുന്നവനും ദുഃഖത്തെ ഇല്ലാതാക്കുന്നവനും. അതാണല്ലോ നമ്മൾ ഈശ്വരനെ പറയാം. ഇൻ ജൈസാ ദാൻ കോയി ഹോത്താ ഹി നഹി വഹ് ഹേ സുഖ് ദേനെ വാല. ഇതുപോലെയൊരു ദാനം വേറെ ഉണ്ടായിരിക്കുക തന്നെ ഇല്ല എന്ന് പറയാം.
അതായത് ബാബ തന്നെയാണ് സുഖം തരുന്നത്. ബാപ്പ് കഹത്തെ ഹേ ഭക്തി മാർഗമേ ബി മേ തുംകോ ദേതാ ഹൂം. ബാബ പറയാണ്, ഭക്തി മാർഗത്തിലും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. യഹ് ഡ്രാമാമേ നോന്ത് ഹേ സാക്ഷാത്കാർ ആദിക്ക്. ബാബ പറയാണ്, ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. സാക്ഷാത്കാരം ചെയ്യിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ബാബ പറയാം. അബ് ബാപ്പ് ബൈട്ട് സമജാത്താ ഹേ മേ ക്യാ ക്യാ കർത്താ ഹൂം. ഇപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കി തരാണ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ബാബ ഇരുന്ന് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്. ആകെ ചൽക്കർ സമജാത്തേ രഹേഗെ. മുന്നോട്ട് പോകുന്തോറും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു പറയാ ബാബ. മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കും ബാബ. ബാബ പറയാണ്, ആഖരിൻ അന്ത് മേം തും നമ്പർവാർ കർമാതീത് അവസ്ഥക്കോ പായേങ്കെ. അവസാനം അന്തിമത്തില് നിങ്ങൾ നമ്പർ വൈസ് അനുസരിച്ച് നിങ്ങൾ കർമാതീത അവസ്ഥ നേടും. യഹ് സബ് ഡ്രാമാമേ നൂന്ത് ഹേ ഫിർ ബി പുരുഷാർത്ഥ് കരായ ജാതാ ഹേ ബാപ്പു കോ യാദ് കരോ. ബാബ പറയുന്നത് ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെ. ആരെല്ലാം എന്തെല്ലാം ആകണം, എത്രമാത്രം പുരുഷാർത്ഥം ചെയ്യണം, എപ്പോൾ കർമാതീത അവസ്ഥയിലെത്തണം, ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഡ്രാമ അനുസരിച്ച് എങ്ങനെയാണോ അത് നടന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുക. അതാ ബാബ പറയുന്നത് ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും ബാബ പറയുന്നത് നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യണം അല്ലേ. ചില കുട്ടികൾ പറയുമല്ലോ, ആ ഡ്രാമയിലുണ്ടെങ്കിൽ നടക്കട്ടെ. അങ്ങനെയല്ല, പുരുഷാർത്ഥം തീർച്ചയായിട്ടും ചെയ്യണം. അതായത് ബാബയെ ഓർമ്മിക്കണം. ബരോബർ യഹ് മഹാഭാരത ലഡായി ബി ഹെ. ബാബ പറയുന്നത് ഇത് തന്നെയാണ് ആ മഹാഭാരത യുദ്ധം. സബ് കദം ഹോ ജായേങ്കെ. എല്ലാം അവസാനിക്കും. ബാക്കി ഭാരതവാസി ഹി രഹേങ്കെ ഫിർ തും വിശ്വ പർ രാജ്യ കർത്തേ ഹോ. ബാബ പറയുന്നത് അവസാനം ഭാരതവാസികൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നീട് അവരാണ് ഈ വിശ്വത്തിനു മേൽ രാജ്യം ഭരിക്കുക. അബി ബാപ്പ് തുംകോ പഠാനെ ആയേ ഹെ. ഇപ്പൊ ബാബ വന്നിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനാണ്. വഹി ജ്ഞാൻ സാഗർ ഹെ. ബാബ തന്നെയാണ് ജ്ഞാനസാഗരൻ. യഹ്ബി കേൽ ഹെ ഇസ്മേ മൂഞ്ചനെ കി ബാത്ത് ഹി നഹി. ബാബ പറയുന്നത് ഇതും ഒരു കളി തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ബാബ പറയാ. മായ തൂഫാൻ മേം ലായേഗി. മായ നിങ്ങളെ തീർച്ചയായിട്ടും കൊടുങ്കാറ്റ് കൊണ്ടുവരും. ബാപ്പ് സമജാത്ത ഹേ ഇൻസേ ഡരോ നഹി. ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ്, നിങ്ങൾ ഈ മായ കൊണ്ടുവരുന്ന കൊടുങ്കാറ്റുകൾ ഉണ്ടല്ലോ അതിനെയൊന്നും ഭയക്കരുത്. ബഹുത്ത് ഗന്ധേ ഗന്ധേ സങ്കല്പായെങ്കേ. ബാബ പറയുന്നത് വളരെ മോശമായ സങ്കല്പങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. വഹ്ബി തബ് ജബ് ബാബാക്കി ഗോദ് ലേങ്കെ. ബാബ പറയുന്നത് എപ്പോഴാണോ നിങ്ങൾ ബാബയുടെ മടിത്തട്ട് സ്വീകരിക്കുന്നത് അപ്പോഴാണ് ഇത്രയും മോശമായ സങ്കല്പങ്ങൾ വരിക എന്ന് ബാബ പറയാം. ജബ് തക് ഗോദ് ഹി നഹി ലി ഹേ തോ മായ ഇത്തന നഹി ലടേഗി. ബാബ പറയുന്നത് ഏതുവരെ നിങ്ങൾ ഈ ബാബയുടെ മടിത്തട്ട് നിങ്ങൾ സ്വീകരിക്കുന്നില്ലയോ അതുവരെ മായ ഒരിക്കലും ഇതുപോലെ നിങ്ങൾ യുദ്ധം ചെയ്യില്ല. എപ്പോഴാണ് ബാബയുടെ മടിത്തട്ട് നമ്മൾ സ്വീകരിക്കുന്നത്, അതായത് ബാബയുടേതായിട്ട് മാറുന്നത്, അപ്പോഴാണ് മായ ഇതുപോലെയുള്ള അനേകം കൊടുങ്കാറ്റുകൾ അല്ലെ മോശമായ സങ്കല്പങ്ങൾ ഇതൊക്കെ ആയിട്ട് മായ വരുന്നത് അപ്പോഴായിരിക്കുന്ന ബാബ പറയാം. गोद लेने के बाद ही तूफान लगते हैं, इसलिए बाप कहते हैं गोद भी संभाल कर लेनी चाहिए. ബാബ പറയുന്നത് മടിത്തട്ടെടുത്തതിന് ശേഷമാണ് മായ ഈ കൊടുങ്കാറ്റൊക്കെ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ബാബ പറയാണ് ഈ മടിത്തട്ടും നിങ്ങൾ സംരക്ഷിക്കണം. മടിത്തട്ട് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബാബയുടെ കുട്ടിയായി മാറുമ്പോഴുള്ള പല കാര്യങ്ങളുണ്ടല്ലോ അതും നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അതാണ് ബാബ പറയുന്നത്. കംസോർ ഹേ തോ ഫിർ പ്രജാമേം ആ ജായേങ്കെ. നിങ്ങൾ അഥവാ ദുർബലരായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തിലേക്ക് പോകും? പ്രജയിലേക്ക് പോകുന്ന ബാബ പറയാ. രാജായി പദ് പാനാത്തോ അച്ഛാ ഹേ. ബാബ പറയുന്നത് രാജാവായിട്ട് മാറുക, രാജ എന്ന പദവിയാണല്ലോ നല്ലത്. നഹീത്തോ ദാസദാസിയാം ബന്നാ പടേക. ഇല്ലെങ്കിൽ ബാബ പറയുന്നത് നിങ്ങൾക്ക് ദാസദാസിയായിട്ട് മാറേണ്ടി വരും.
യഹ് സൂര്യവംശി ചന്ദ്രവംശി രാജധാനി സ്ഥാപൻ ഹോ രഹി ഹേ. ബാബ പറയുന്നത് ഇത് സൂര്യവംശി ചന്ദ്രവംശി രാജധാനിയുടെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ മീട്ടെ മീട്ടെ സിക്കിലതേ ബച്ചോം പ്രതി മാത് പിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ ഓർ ഗുഡ് മോർണിംഗ്. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള മുഖ്യ പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, രൂപ് ബസന്ത് ബൻ അവിനാശി ജ്ഞാൻ രത്നോം കാ ദാൻ കർ മഹാദാനി ബന്ന ഹേ. पढ़ाई जो पढ़ाई पढ़ते हो वह दूसरों को भी पढ़ानी है. ബാബ പറയുന്നത് രൂപബസന്തായിട്ട് മാറി ഈ അവിനാശിയായിട്ടുള്ള ഈ ജ്ഞാനരത്നങ്ങൾ ദാനം ചെയ്ത് മഹാദാനിയായിട്ട് മാറണം. ഏത് പഠിപ്പാണോ നിങ്ങൾ പഠിക്കുന്നത് അത് നിങ്ങൾ പഠിച്ചതിന് ശേഷം പിന്നീട് മറ്റുള്ളവരെയും പഠിപ്പിക്കണം. സെക്കൻഡ് പോയിന്റ്, കിസി ബി ബാത്ത് മേ മൂഞ്ചന വ ഡർന നഹി ഹേ. ബാബ പറയുന്നത് ഒരു കാര്യത്തിലും നിങ്ങൾ കൺഫ്യൂഷൻ ആവുകയോ പേടിക്കുകയോ ഒന്നും നിങ്ങൾ ചെയ്യരുത്. അപ്പനി സംഭാൽ കർണി ഹേ. സ്വയത്തെ നിങ്ങൾ സംരക്ഷിക്കുക തന്നെ വേണം. അപ്പനെ ആപ്സെ പൂച്ചന ഹേ മേ കിസ് പ്രകാർ കാ ഫൂൽ ഹോം. ബാബ പറയുന്നത് നിങ്ങൾ സ്വയത്തോട് ചോദിക്കണം, അതായത് ഞാൻ ഏത് പ്രകാരത്തിലുള്ള പുഷ്പമാണ്. മേരേമേം കോയി ബദ്ബൂത്തോ നഹി ഹേ. അതായത് എന്നിൽ യാതൊരു ദുർഗന്ധവും ഇല്ലല്ലോ അല്ലെ. ദുർഗന്ധം എന്ന് പറയുന്നത് എന്താണ്? അതായത് മോശമായ സംസ്കാരങ്ങളെയാണ് ദുർഗന്ധമെന്ന് പറയുന്നത്. അതെന്നിൽ ഒന്നുമില്ലല്ലോ. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ ഞാൻ എത്രമാത്രം നല്ല പുഷ്പമായിട്ട് മാറിയിട്ടുണ്ട് അതും ചെക്ക് ചെയ്യണം. ഈ ബാബ വരദാനം തരാണ്. ദൃഢ സങ്കല്പ ദ്വാര कमजोरियों रूबी कलयुगी पर्वत को समाप्त करने वाले സമർത്ഥി സ്വരൂപ് ഭവ. അതായത് ബാബ വരദാനം തരാണ്, ദൃഢസങ്കല്പത്തിലൂടെ ദുർബലത ആ രൂപത്തിലുള്ള കലിയുഗി പർവ്വതത്തെ സമാപ്തമാക്കുന്നവരായ സമർത്ഥ സ്വരൂപരായി ഭവിക്കട്ടെ. അതായത് ബാബ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ദിൽ ശിക്കസ്ത് ഹോന किसी भी संस्कार व परिस्थिति के वशीभूत होना, व्यक्ति व वैभवों के तरफ आकर्षित होना, इन सब कमजोरियों रूपी कलयुगी पर्वत को दृढ़ संकल्प की अंगुली देकर सदा काल के लिए समाप्त करो, अर्थात विजयी बनो. ബാബ പറയുന്നത്, അതായത് ഹൃദയ നൈരാശ്യം വരിക, ഏതെങ്കിലും സംസ്കാരം അല്ലെങ്കിൽ പരിതസ്ഥിതിക്ക് വശപ്പെടുക, ഇല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ വൈഭവത്തിൻ്റെ നേരെ ആകർഷിതരാവുക, ഇതിനെയാണ് ബാബ പറയുന്നത് ദുർബലത ആകുന്ന കലിയുഗി പർവ്വത അല്ലെ. കലിയുഗി പർവ്വതം എന്ന് പറയുമ്പോൾ ഈ ദുർബലതകളെയാണ് ബാബ പറയുന്നത്. ഈ ദുർബലതകളെയാണ് ബാബ കലിയുഗി പർവ്വതം എന്ന് പറയുന്നത്. ഇതിനെയെല്ലാം ദൃഢസങ്കല്പമാകുന്ന വിരൽ കൊണ്ട് സദാകാലത്തേക്ക് സമാപ്തമാക്കൂ അല്ലെ. കലിയുഗി പർവ്വതത്തെ ഉയർത്തുക എന്നുള്ളത് നമ്മൾ, അതായത് പർവ്വതം ഉയർത്തണ കണ്ടിട്ടില്ലേ, ഓരോ വിരൽ ചേർത്തിട്ട്. അപ്പം അത് ദൃഢസങ്കല്പമാകുന്ന വിരലായിരിക്കണം. അതായത് ഈ ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കുക തന്നെ വേണമെന്നുള്ള അദൃഢസങ്കല്പം. അപ്പം അതാ ബാബ പറയുന്നത്, ദൃഢസങ്കല്പമാകുന്ന വിരലുകൾ കൊടുത്ത് സദാകാലത്തേക്ക് നിങ്ങൾ ഈ ദുർബലതകളെയെല്ലാം സമാപ്തമാക്കൂ. അർത്ഥം വിജയിയായി മാറൂ. വിജയ് ഹമാരെ ഗലേക്കി മാല ഹെ. വിജയം നമ്മുടെ കഴുത്തിലെ മാലയാണ്. സദാ ഈ സ്മൃതി സേ സമർത്ഥി സ്വരൂപ് ബനോ. സദാ നിങ്ങൾ ഈ സ്മൃതിയിലൂടെ സമർത്ഥ സ്വരൂപരായി മാറൂ. അതായത് വിജയം എൻ്റെ കഴുത്തിലെ മാലയാണ് എന്നുള്ള ആ ഒരു സ്മൃതി, അതിലൂടെ നിങ്ങൾ സമർത്ഥ സ്വരൂപരായി മാറൂ. യഹി സ്നേഹ റിട്ടേൺ ഹെ. ഇത് തന്നെയാണ് സ്നേഹത്തിന് പകരമായിട്ട് കൊടുക്കേണ്ടത്. ജൈസെ സാഗാർ ബാപ്പിനെ സ്ഥിതി കാ സ്തംഭ ബൻകർ ദിക്കായ, ऐसे फॉलो फादर कर
സർവഗുണോം കെ സ്തംഭ് ബനോ. ബാബ പറയണത് എങ്ങനെയാണോ സാകാര ബാബ അതായത് ബ്രഹ്മ ബാബ അത് സ്ഥിതിയിൽ സ്തംഭമായി മാറിയത്, അതുപോലെ അത് ബാബ കാണിച്ചു തന്നു അല്ലെ. ബാബ ആ സ്ഥിതിയിൽ സ്തംഭമായി മാറി കാണിച്ചു തന്നിരുന്നു. അതുപോലെ നിങ്ങൾ ആ ബാബയെ ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്ത് സർവഗുണങ്ങളുടെയും സ്തംഭമായിട്ട് മാറൂ അല്ലെ. ഇളകരുത്, അതാണ് ബാബ പറയുന്നത്. എല്ലാ ഗുണങ്ങളുടെയും സ്തംഭമായിട്ട് മാറൂ. ഈ ബാബ സ്ലോഗൻ പറയാണ്, സാധൻ സേവാവോം കേലിയേ ഹേ, ആരാം പസന്ത് ബന്നെ കേലിയേ നഹി. ബാബ പറയാണ് സാധനങ്ങൾ സേവനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ വിശ്രമപ്രിയരായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് ബാബ പറയാം. ഇനി അവ്യക്ത ഇഷാരെ ബാബ പറയാണ്, ആത്മീക സ്ഥിതി മെം രഹനെ കാ അഭ്യാസ് കരോ അന്തർമുഖി ബനോ അല്ലെ. ആത്മീയ സ്ഥിതിയിലിരിക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയായിട്ട് മാറൂ. ജൈസെ ആറ്റം ബോംബ് एक स्थान पर छोड़ने से चारों ओर उसके अंश फैल जाते हैं, वह एटम ബോംബ് है और यह ആത്മീക ബോംബ് है. ബാബ പറയുന്നത് എങ്ങനെയാണോ ആറ്റം ബോംബ് ഒരു സ്ഥാനത്ത് ഇട്ട് കഴിഞ്ഞാൽ 4 ഭാഗത്തേക്കും അതിൻ്റെ അംശം അല്ലേ അതിങ്ങനെ വ്യാപിപ്പിക്കും അല്ലെ, പരക്കും അതിൻ്റെ. അതുപോലെ ബാബ പറയുന്നത് അത് ആറ്റം ബോംബ്, നിങ്ങളെന്താണ് ആത്മീക ബോംബാന്ന് പറയാം. ബാബ പറയുന്നത് ഇസ്കാ പ്രഭാവ് അനേക ആത്മാവോം കോ ആകർഷിത് കരേഗ ഓർ സഹജ് ഹി പ്രജാ കി വൃദ്ധി ഹോ ജായേഗി. ബാബ പറയുന്നത് നിങ്ങളാണെങ്കിലോ ആത്മീക ബോംബാണ്. ഈ ആത്മീക ബോംബിന്റെ പ്രഭാവം അനേകം ആത്മാക്കളെ ആകർഷിതരാക്കും, അതുപോലെ സഹജമായിട്ട് പ്രജകളുടെ വൃദ്ധിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. इसलिए संगठित रूप में ആത്മീക സ്വരൂപ കെ അഭ്യാസ് കോ ബഡാവോ. ബാബ പറയുന്നത് അതുകൊണ്ട് തന്നെ സംഘടിത രൂപത്തിൽ നിങ്ങൾ ആത്മീക സ്വരൂപത്തിനുള്ള അഭ്യാസം അല്ലെ, ആ ആത്മസ്വരൂപത്തിന്റെ അഭ്യാസം നിങ്ങൾ വർദ്ധിപ്പിക്കൂ. സംഘടിത രൂപത്തിൽ ചെയ്യാനാണ് ബാബ പറയുന്നത്. സ്മൃതി സ്വരൂപ് ബനോത്തോ വായുമണ്ഡൽ പവർഫുൾ ഹോ ജായേഗ. നിങ്ങൾ സ്മൃതി സ്വരൂപമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ വായുമണ്ഡലം എന്തായി മാറും, വളരെ പവർഫുൾ ആയിട്ട് മാറുമെന്ന് ബാബ പറയാം. ഓം ശാന്തി. ഇനി മമ്മയുടെ ഗുണങ്ങൾ, ഓരോ ദിവസവും അമ്മയുടെ ഓരോ ഗുണങ്ങളാണല്ലോ നമുക്ക് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഓരോ ഗുണങ്ങളെയും നമ്മളിലും നമ്മൾ ധാരണ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാബ ഓരോ ഗുണവും അമ്മയുടെ പറഞ്ഞിരുന്നത്. അപ്പം ഇന്ന് ലാസ്റ്റാണ്, അതായത് നിരന്തര യോഗനിഷ്ഠ. ആ ഗുണത്തിലൂടെ സഹജ യോഗിയാകുന്നതിനുള്ള ശക്തി അതുണ്ടായിരുന്നു മമ്മയിൽ. മമ്മയ്ക്ക് യോഗത്തിൽ ഇരിക്കേണ്ടി വന്നിരുന്നില്ല. അവർ നിരന്തരം സഹജമായി സ്വതവേ തന്നെ യോഗിനിയായിരുന്നു. മന്മനാഭവ മധ്യജീഭവ എന്നീ മഹാമന്ത്രങ്ങളെ സ്വാഭാവിക രൂപത്തിൽ മമ്മ ധാരണ ചെയ്തിരുന്നു. അതിനാൽ നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും എല്ലാവരിൽ നിന്നും ഒരു വേറിട്ട അനുഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെ തോന്നുമായിരുന്നു, അതായത് വേറെ ഒരു ലോകത്തിൽ ലയിച്ചിരിക്കുന്നത് പോലെ അല്ലെ. വേറിട്ട അനുഭവമാണ്. അമ്മ നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ഒക്കെ വേറൊരു ലോകത്തിൽ ലയിച്ചിരിക്കുന്നത് പോലെ തോന്നുമായിരുന്നു മമ്മയെ. യോഗനിഷ്ഠയായിരുന്നത് കാരണത്താൽ മമ്മയുടെ ആ ഉപരാമസ്ഥിതി തന്നെ എല്ലാവരെയും സഹജയോഗിയാക്കി മാറ്റിയിരുന്നു. വരുന്നവർക്കെല്ലാം ശാന്തിയുടെയും ശക്തിയുടെയും ശക്തിശാലി പ്രകമ്പനങ്ങൾ, അതായത് തരംഗങ്ങൾ അവർ അനുഭവം ചെയ്യിച്ചിരുന്നു. ആര് വന്നാലും അവർക്ക് ആ ശക്തിയുടെ അനുഭവം, ശാന്തിയുടെ അനുഭവം തോന്നിയിരുന്നു. അതുപോലെ നമ്മൾ കുട്ടികൾക്കും നിരന്തരം പ്രഭുവിൻ്റെ സ്മൃതിയിൽ ഇരിക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. അതുപോലെ യോഗനിഷ്ഠമായിരിക്കണം. ഓം ശാന്തി. ഓം ശാന്തി.
ഓം ശാന്തി. ഓം ശാന്തി.